നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അനിഴം നക്ഷത്രത്തെക്കുറിച്ചാണ്. അനിഴം നക്ഷത്രക്കാരുടെ മാർച്ച് 25 മുതൽ 31 വരെ ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരം ഉണ്ടാകുന്ന ഫലങ്ങളും ഇവ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒന്ന് മനസ്സിലാക്കുവാനും എന്തൊക്കെ കാര്യങ്ങൾ തയ്യാറെടുക്കണമെന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മൾക്ക് പറയാനുള്ളത്, അനിഴം നക്ഷത്രക്കാര് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഇവരുടെ ജീവിതത്തിലെ പോസിറ്റീവ് എനർജി കൊണ്ടുവന്നു തരാനും നെഗറ്റീവുകളെയൊക്കെ അകറ്റിക്കളയാനും സഹായിക്കുന്നതാണ്. ഈ വ്രതം എടുക്കുമ്പോൾ ശാരീരികമായിട്ട് നിങ്ങൾക്ക് വ്രതമെടുക്കാനുള്ള ആരോഗ്യസ്ഥിതിയിലല്ല എങ്കിലും മാനസികമായിട്ട് വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. ശാരീരികമായിട്ട് എടുക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടോ മിതമായ ആഹാരം കഴിച്ചുകൊണ്ടോ ഒക്കെ നമുക്ക് ശാരീരികമായിട്ട് വ്രതം എടുക്കാവുന്നതാണ്. അന്നേ ദിവസം നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. എന്നാൽ മാനസികമായിട്ട് വ്രതം എടുക്കുമ്പോൾ നിങ്ങൾ ഏത് മതത്തിലാണോ, ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ആ മതത്തിലും ദൈവത്തിലും ഉറച്ചു വിശ്വസിച്ച് ആ വചനങ്ങൾ മാത്രമേ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. നമ്മളെക്കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ഒരു ചിന്തയും പാടില്ല, ദുഷിച്ച ചിന്തകളൊന്നും പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വ്രതമെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അനിഴം നക്ഷത്രക്കാരുടെ മൂലമന്ത്രം ജപിക്കുന്നതും പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ സഹായിക്കുന്നതാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ രാവിലെ ഉണരുന്ന ആ സമയത്തുള്ള മന്ത്രജപമാണ് ഏറ്റവും അഭികാമ്യം. അന്നേ ദിവസം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയിൽ തുടരുവാൻ ഇത് സഹായിക്കുന്നതാണ്. മൂലമന്ത്രം നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം, അത് നോക്കി മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. അതായത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മാതാപിതാക്കളും ചുറ്റുമുള്ളവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ അസുഖങ്ങളും അപകട ഭീതികളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എല്ലാം ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ശ്രദ്ധ മൂലം അതൊക്കെ മാറിപ്പോകാവുന്നതാണ്. അതുകൊണ്ട് കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് സന്തോഷത്തിന്റെ നാളുകളാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു രീതിയൊക്കെ മാറി ഇവർക്ക് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഉന്മേഷവും ഉണർവും ഒക്കെ ഉണ്ടാവുന്ന സമയമാണ്. ഉപരിപഠനത്തിനൊക്കെ ചേരുവാനായിട്ട് ഇവർ തന്നെ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളിലേക്കൊക്കെ അവരെ അനുവദിക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാൻ മാതാപിതാക്കളോടെ അവരെ സഹായിക്കുക. എല്ലാം കൊണ്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ്. സാമ്പത്തികം ഒക്കെ ഒന്നിലധികം സ്രോതസ്സിലൂടെ വരുന്ന ഒരു സമയമാണ് അനിഴം നക്ഷത്രക്കാർക്ക്. കിട്ടാതെ കിടന്നിരുന്ന കിട്ടാക്കടമൊക്കെ നിങ്ങൾ പോലും നനച്ചിരിക്കാതെ ഉള്ള ഒരു സമയത്ത് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ശത്രുശല്യം കുറയുന്നതാണ്. ഈ ശത്രുവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സമയത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഈ ശത്രുവിനെ തിരിച്ചറിയുന്നത് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. നിങ്ങൾ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരാളായിട്ടാണ് ഈ ശത്രു എന്ന് മനസ്സിലാക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിന് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവുന്നതാണ്. ദുഷ്പ്രചരണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ വിവാഹമൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ വേദനകൾ നൽകുന്ന തിരിച്ചറിവുകളാണെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ തിരിച്ചറിവുകൾ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും യാത്ര പറഞ്ഞ് പിരിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതും വേദനാജനകമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും അത് ഭാവിയിലോട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിരിയലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അനിവാര്യമായിട്ടുള്ള പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് ചുരുങ്ങിയ സമയമാണെങ്കിലും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. പുതിയ തൊഴിലൊക്കെ തേടാൻ പറ്റിയ ഒരു സമയമാണ്. ഇത്രയും നാളും നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും ചെയ്യുന്ന ജോലികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലികളിലേക്ക് അതിനുവേണ്ട ഇന്റർവ്യൂകളും കാര്യങ്ങളും അപേക്ഷകളും ഒക്കെ ഈ സമയത്ത് അയക്കുന്നത് വളരെ നല്ലതാണ്. അതിലേക്കൊക്കെ നിങ്ങൾക്ക് പോകുവാനും ആ ജോലിയൊക്കെ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സർക്കാർ ജോലിയൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും ഒക്കെ ഈ സമയം വളരെ വിനിയോഗപ്പെടുത്തേണ്ടതാണ്. ഈ സമയത്ത് ഇതിനുവേണ്ടിയുള്ള ആദ്യ പ്രവർത്തനം ചെയ്താൽ പോലും അത് അവസാനം നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തൊഴിലിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിലിലേക്ക് നിങ്ങൾക്ക് ഒരു ചുവടെങ്കിലും എടുത്തു വെക്കാൻ, അതിനു വേണ്ടിയിട്ട്
ഉള്ള ഒരു ചുവടെങ്കിലും എടുത്തു വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നുവെങ്കിൽ അത് പൂർണ്ണമായിട്ടും വിജയത്തിലെത്തുന്ന ഒരു സമയമാണ്. അനിഴം നക്ഷത്ര സ്ഥാനവും ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, ചില യാത്രകളൊക്കെ അനിവാര്യമായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ നല്ലൊരു മാറ്റത്തിനായതുകൊണ്ട് തന്നെ നമ്മൾക്കത് സന്തോഷത്തോടെ സ്വീകരിക്കാവുന്നതാണ്. ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ജീവിതത്തിൽ നിന്നൊക്കെ മാറി മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോകുന്ന ഒരു വിഷമമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല. സ്വയം തൊഴിലിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ബിസിനസ് കാര്യങ്ങളിലൊക്കെ വളരെയധികം നല്ലൊരു സമയമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നോക്കിയും കണ്ടും ചെയ്യുക. അനിഴം നക്ഷത്രക്കാർക്ക് ഒരു രാജയോഗത്തിന് തുല്യമായിട്ടുള്ള യോഗം തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക. നമ്മൾക്ക് വരുന്ന അവസരങ്ങളെ നമ്മൾ തട്ടിത്തെറിപ്പിക്കാതിരിക്കുക, അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുടക്കം ഈ മാർച്ച് 25-നും 31-നും ഇടയ്ക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥനയോടെയും ശ്രദ്ധയോടെയും മുന്നോട്ട് പോകുക. അപ്പോൾ എല്ലാ അനിഴം നക്ഷത്രക്കാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.